ഹലോ അസ്സലാമു അലൈക്കും. റമദാൻ മുബാരക്. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ 11ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇഫ്താറിൻ്റെ ടൈമിലുള്ള ആ കാര്യങ്ങളൊക്കെ ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ നല്ല അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സാണ്, കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് അത്യാവശ്യം നല്ല മടി ഉണ്ടായിരുന്നു കേട്ടോ കിച്ചണിലേക്ക് വരുമ്പം. അപ്പോൾ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ ഞാൻ ആദ്യം തന്നെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് സ്ക്യൂവർ വെള്ളത്തിലിട്ട് വെച്ചേക്കാണ്. സ്ക്യൂവറിലൊക്കെ കുത്തിയിട്ടുള്ളൊരു സംഭവമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അതിൻ്റെ റെസിപ്പി ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ്. വേറെയുള്ളവർ ചെയ്തത് കണ്ടിട്ടില്ല ഇതുവരെ. ഇനി അങ്ങനെ ഒരു റെസിപ്പി ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാനിതുവരെ കണ്ടിട്ടില്ല ആരും അത് ചെയ്തതായിട്ട്. ഇതിപ്പോൾ ഞാൻ കുറച്ച് സാബൂനരി എടുത്തിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മളവിടെ ഇതിന് സാബൂനരി എന്നാണ് പറയുക, സാബൂദാന എന്നാണ് ശരിക്കും പറയാൻ തോന്നുന്നുണ്ട്. അപ്പം ചവ്വരി എന്നൊക്കെ പറയില്ലേ, അതാണ് സംഭവം. അത് കുറച്ചെടുത്തിട്ട് കഴുകി എടുക്കുന്നുണ്ട്. ഇത് വെച്ചിട്ടൊരു ഡ്രിങ്ക് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ അത് കഴുകി റെഡിയാക്കി എടുത്തേന്. എനിക്കിത് എത്ര എടുക്കണമെന്നോ പിന്നെ ഇതിൻ്റെ വേവും കാര്യങ്ങളും ഒന്നും അറിയില്ല കേട്ടോ. അപ്പം ഉമ്മനോട് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞ് കുറച്ച് എടുത്തോന്ന്. അങ്ങനെ ഞാൻ എൻ്റെ അളവിനെടുത്തിട്ട് വെള്ളം വെച്ചിനെ. ഇനി ഇത് കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പം ഒരു വിസിൽ വന്നു കഴിഞ്ഞതിന് ശേഷം സിമ്മിലിടാനതിന് ഉമ്മ പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ അതുപോലെ ചെയ്യാണ് കേട്ടോ. പിന്നെ ഞാൻ തന്നെ കണ്ടുപിടിച്ച ഈ ചിക്കൻ വെച്ചിട്ടുള്ള സ്നാക്ക് എന്ന് പറഞ്ഞില്ലേ, അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ ഞാനിപ്പോൾ എടുത്ത് വെച്ചിന്. അത് ബ്രസ്റ്റ് പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചിക്കൻ നമുക്ക് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ബ്രസ്റ്റ് പീസ് മാത്രം നോക്കിയെടുത്തത്. ചിക്കൻ മാത്രമല്ല നമ്മൾ അരച്ചെടുക്കാൻ പോണത്, അതിലേക്ക് വേറെയും കുറേ സാധനങ്ങൾ ചേർത്ത് കൊടുക്കണേ. അപ്പം മിക്സിൻ്റെ നടുവത്തെ ജാറാണ് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ചിക്കൻ എല്ലൊക്കെ കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പം ബ്രസ്റ്റ് പീസ് ആണെന്നുണ്ടെങ്കിലും കുറച്ച് എല്ലൊക്കെ ഉണ്ടാവും, അതിൽ ചെറിയ ചെറിയ പീസ് എല്ലാം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഇട്ട് കൊടുത്തേന്. ഇനി പിന്നെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. എന്നും നമ്മളിങ്ങനെ ഓരോ വെറൈറ്റീസ് ആയിട്ടുള്ള സ്നാക്കല്ലേ ആക്കൽ. അപ്പം ഉമ്മ പറയുന്നുണ്ടേനു നമുക്കിനി സാധാ കട്ട്ലറ്റും സമൂസയൊക്കെ ഉണ്ടാക്കണം ഒരു ദിവസം. അപ്പം ഞാനിന്ന് കട്ട്ലറ്റും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിൽക്കും കൂടെ വേണ്ടിയിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയൊക്കെയാണ് ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ളത്. കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ ഇഞ്ചി ചതച്ചിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ട് മുറിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കലുണ്ട്. പക്ഷേ എനിക്ക് ഇഞ്ചിൻ്റെ ആ ഒരു ടേസ്റ്റ് വലിയൊരു താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇഞ്ചി എടുത്തിട്ടില്ല. ഇനി ഒരു ഉള്ളി ഞാൻ ഇങ്ങനെ വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ആ ചിക്കൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒറ്റ ഉള്ളി മാത്രം ചേർത്താൽ മതി, കാരണം കുറച്ച് ചിക്കനെല്ലാം എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി അതും കൂടെ ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, വിനീഗർ. അത് ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ടാവും. ഇനി കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത്തിരി ചില്ലി ഫ്ലേക്സും കൂടെ, അതും നമ്മൾ എരിവിനനുസരിച്ചിട്ടാണ്. പിന്നെ അവസാനമായിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലോണം ഒരു പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ട് വരാം. ചിക്കനിൽ എല്ല് പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് അത് നല്ല ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പം എല്ലൊക്കെ ഒഴിവാക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ ചിക്കനും ഉള്ളിയും ഒക്കെ നല്ലോണം അരിഞ്ഞ് വന്നേനെ. ഇതേപോലെ ഉണ്ട് കാണാനായിട്ട്. ഒരു ചമ്മന്തിൻ്റെ ഒക്കെ ഒരു ലുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സൈഡൊക്കെ ഒന്നിങ്ങനെ സ്പൂൺ വെച്ചിട്ട് ക്ലീൻ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽക്കായിട്ട് ഒരു കോഴിമുട്ടയാണ് പൊട്ടിച്ച് വയ്ക്കണത്. പിന്നെ കുറച്ച് ബ്രെഡിൻ്റെ സ്ലൈസസും വേണം. ബ്രെഡ് ഇങ്ങനെ സ്ലൈസായിട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ആക്കിയതുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക. ഞാൻ 4 സ്ലൈസ് ബ്രെഡാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അത് ലൂസായിട്ട് നിൽക്കുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ബ്രെഡ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ അത്യാവശ്യം നല്ല കട്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ എക്സ്ട്രാ ബ്രെഡൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ സാവുനരി നല്ലോണം വെന്തിട്ടുണ്ട്. ഇത് വെന്തലിഞ്ഞെന്ന് പറയും കേട്ടോ. ഞാൻ വിചാരിച്ചത് ഇങ്ങനെയല്ലേനു, കുറച്ചിങ്ങനെ ഉണ്ടായിട്ട് നിൽക്കുന്നതിന് പ്രതീക്ഷിച്ചിനത്. പക്ഷേ അത് ഭയങ്കരമായിട്ട് വെന്തലിഞ്ഞു പോയി. അപ്പം ഞാനത് ആ വെള്ളത്തിൽ നിന്ന് അരിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തേനെ. ഇനി ഇതിലേക്കായിട്ട് ടൈഗറിൻ്റെ സ്ട്രോബെറി മിക്സ് ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2-3 ഡ്രോപ്പൊക്കെ ഇട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് നല്ലൊരു റെഡ് കളർ കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. പിന്നെ ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിന് വേണ്ടിയിട്ടൊരു 3 ഉരുളക്കിഴങ്ങ് എടുക്കുന്നുണ്ട്. 2 അത്യാവശ്യം വലുപ്പമുള്ളതും പിന്നെ 1 ചെറുതുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതൊരു കുഞ്ഞു കുക്കർ എടുത്തിട്ട് അതിൽ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഈ പൊട്ടറ്റോ പുഴുങ്ങുന്ന സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഉരുളക്കിഴങ്ങ് ഇതാ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ കിടന്നാവട്ടെ. ആ സമയം കൊണ്ട് ഞാനിപ്പം പാല് കാച്ചിയെടുക്കുകയാണ്. നമ്മൾ ഡ്രിങ്കിലേക്ക് വേണ്ടിയിട്ട് പാല് ഒഴിച്ചിട്ടുള്ള ഡ്രിങ്കാണ് കേട്ടോ ആക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാല് കാച്ചാൻ വെച്ചിട്ടുണ്ട്.
ഇതിപ്പം കട്ട്ലറ്റൊക്കെ ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളിയും പിന്നെ വല്യുള്ളിയൊക്കെ മുറിച്ചെടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇഞ്ചി വേണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചെറുതായിട്ട് മുറിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ പാല് തിളച്ച് വന്നേണ്. അപ്പോൾ അതിൽക്കായിട്ട് ഞാൻ 2 കയ്യിൽ പഞ്ചസാര ഇട്ട് കൊടുത്തേണ്. ഇത് ഏകദേശം 1/2 കപ്പിൻ്റെ അടുത്തുണ്ടാവും പഞ്ചസാര. എന്നിട്ട് അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചേണ്. പിന്നെ ഇന്ന് എല്ലാ ദിവസത്തെയും പോലെ തന്നെ പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അതിൽക്കായിട്ട് ഉമ്മ കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്, ചന മസാല. പിന്നെ മീൻകറിയാണുള്ളത്, തേങ്ങ അരച്ചിട്ടുള്ള മീൻകറിയാണ് അത്. പിന്നെ ഈ വെള്ളം തിളപ്പിക്കുന്നത് പത്തിരിൻ്റെ പൊടി വാട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ 3 ബേണറും ഫുള്ളായിട്ട് നിൽക്കുകയാണ്. ഞാനിവിടെ നമ്മളെ കട്ട്ലേറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മുറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതാ കറിയൊക്കെ വറവിട്ട് ഒഴിക്കാൻ കേട്ടോ. നമ്മളവിടെ മീൻകറിയൊക്കെ ചെറിയ ഉള്ളിയിലാണ് വറവിടുക. ചിലയിടത്തൊക്കെ കടുക് പൊട്ടിച്ചിട്ട് വറവിടുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഒരു ചെറിയ ഉള്ളിയിൽ വറവിട്ടതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് എന്ന്. ഈ സമയം കൊണ്ട് ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടീന് കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ വിസിലൊക്കെ പോക്കിയതിന് ശേഷം തുറന്ന് നോക്കുകയാണ്. ഇനി നമുക്ക് കട്ട്ലേറ്റിലേക്കുള്ള ആ ഒരു മസാല ഉണ്ടല്ലോ, അത് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തേന്. എന്നിട്ട് അതിലേക്കായിട്ട് ആദ്യം കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ചെറുതായിട്ട് മുറിച്ചിട്ടുള്ള വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്നാക്കി എടുക്കുകയാണ്, ആ വെളുത്തുള്ളിൻ്റെ ഒക്കെ പച്ചമണം പോണ വരെ. ഈ സമയം വരെ ഞാൻ വിചാരിച്ചിരുന്നത് ചിക്കനൊന്നും ചേർക്കണ്ട, നമുക്ക് വെറുതെ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുള്ളൊരു കട്ട്ലറ്റ് ആക്കാന്നേനു. പിന്നെ ചിക്കൻ അരച്ചതുണ്ടായപ്പം അത് 1 സ്പൂണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അരച്ച ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ അതിൽ മുട്ടയും ബ്രെഡ് ക്രംസും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ വേഗമായിട്ട് കിട്ടും. അങ്ങനെ ചിക്കൻ വെന്ത് കഴിഞ്ഞപ്പം പിന്നെ ഞാൻ മുറിച്ച് വെച്ചിട്ടുള്ള വല്യുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഉള്ളി നന്നായിട്ടൊന്ന് വാടി വരണം കേട്ടോ. അപ്പോൾ ഉള്ളിക്ക് മാത്രം ആവശ്യമുള്ള കുറച്ച് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ചിക്കനിലൊക്കെ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. അങ്ങനെ ഉള്ളി വാടി വന്നേനെ കേട്ടോ. അപ്പം ഞാൻ മുറിച്ചിട്ടുള്ള ആ ഒരു മല്ലിയിലയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫാക്കിയേ. പിന്നെ ഇപ്പം ഞാൻ കറിവേപ്പില ചേർക്കാൻ മറന്നു പോയതാണ്. എപ്പോഴും ഉള്ളതാണ്, കറിവേപ്പില ചേർക്കാൻ മറന്നു പോവും. നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടെ വരുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഞാനിതാ ഉരുളക്കിഴങ്ങൊക്കെ തൊലി അളിഞ്ഞെടുക്കുന്നുണ്ട്. അതിൻ്റെ അടുക്കുമ്പോൾ പത്തിരി പൊടി വാട്ടി കുഴച്ച് പിന്നെ അതാ പരത്തി എടുത്തിട്ട് ഇപ്പോൾ ചുട്ടെടുക്കാൻ പോവുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉമ്മൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ കട്ട്ലറ്റിലേക്ക് ഉരുളക്കിഴങ്ങ് ഇതാ ഇങ്ങനെ ഇട്ട് കൊടുത്തേനെ. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. ഇനി ഇതിൽ നിന്ന് ഓരോ ബോളാക്കി എടുത്തിട്ട് അത് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പരത്തിയാണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ബ്രെഡ് ക്രംസിലൊക്കെ ഇട്ടെടുക്കുമ്പം നല്ലോണം നല്ല ഷേപ്പിലാക്കി കൊടുക്കുക. നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ഷേപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുക്കി കട്ടറൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിവിടെ സാധാരണ ഈ ഒരു ഷേപ്പിൽ തന്നെയാണ് കട്ട്ലറ്റ് ആക്കലുള്ളത്. അപ്പം ഞാനിതാ 7 കട്ട്ലറ്റാണ് അതിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാക്കറ്റ് മാഗി ബാക്കി ഉണ്ടേന് കേട്ടോ, നോമ്പിന് മുന്നേ വാങ്ങിച്ചതാണ്. അപ്പോൾ അത് നമ്മളെ സ്നാക്കിലേക്ക് എടുക്കാമെന്ന് വിചാരിച്ച് മാഗിയിൽ കോട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് മാഗി ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പം നല്ലൊരു കവറിലിട്ട് കൊടുത്തിന്. ഇത് ബ്രെഡിൻ്റെ കവറാണ്, ബ്രെഡ് മൊത്തത്തിൽ തീർന്നീനു. അപ്പോൾ ഞാൻ ആ കവറിലിട്ടിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ ചപ്പാത്തി കോയിലുണ്ടല്ലോ അത് വെച്ചിട്ട് നല്ലോണം ഇടിച്ചു കൊടുക്കുകയാണ്. ഇത് മിക്സിയിലൊന്നും ഇടാൻ നിൽക്കരുത് കേട്ടോ, പൊടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭയങ്കര പൊടിയായിട്ട് പോകും. ഇങ്ങനെ ജസ്റ്റ് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ഇതിങ്ങനെ മുറിഞ്ഞ് കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. കട്ട്ലറ്റും പിന്നെ ഈ സ്നാക്കൊക്കെ ഒരുമിച്ച് പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ കട്ട്ലറ്റ് റെഡിയാക്കിയത് മാറ്റി വെച്ചിട്ടുള്ളത്. ഇനി ഈ സ്നാക്കിനുള്ള ആ ഒരു കോട്ടിങ്ങൊക്കെ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ സ്ക്യൂവർ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെന്തിനാ അങ്ങനെ വെള്ളത്തിലിട്ട് വെക്കണമെന്ന് വെച്ചാൽ നമ്മളിതിന് ഓയിലിട്ട് പൊരിക്കുമല്ലോ, ആ സമയത്ത് സ്ക്യൂവർ പെട്ടെന്ന് കരിഞ്ഞു പോകാതെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കണത്. ഇനിയിപ്പം ഈ ഒരു ചിക്കൻ്റെ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതിങ്ങനെ സ്ക്യൂവറിൻ്റെ പുറത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനേക്കാളും ചെയ്യുന്നത് കാണുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മാഗി ഉണ്ടല്ലോ അതിൽ റോൾ ചെയ്തെടുക്കുക. ഇത് കാണുമ്പോൾ നമ്മളെ കബാബൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഒക്കെ ഒരു ലുക്കാണുള്ളത്. അപ്പോൾ ഇത് അമ്മ പാൻ വെച്ചിട്ടുണ്ട് ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിലേക്ക് ഓയിൽ ഒഴിക്കുകയാണ്. ഇങ്ങനത്തെ സ്നാക്സൊക്കെ ഓയിലിൽ പൊരിച്ചെടുക്കുമ്പോഴാണ് കേട്ടോ എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. എന്തും ഓയിലിൽ ട്രൈ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. പക്ഷേ ഇവിടെ ഉമ്മക്കൊക്കെ വെളിച്ചെണ്ണയാണ് കൂടുതൽ താല്പര്യം. ഉമ്മ എന്തുണ്ടാക്കുകയാണെങ്കിലും വെളിച്ചെണ്ണയിലാണ് ചെയ്യലുള്ളത്. ഞാൻ നേരെ തിരിച്ച് ഓയിലുമാണ് ചെയ്യുക.
അപ്പം ഒരെണ്ണം ഞാൻ പൊരിക്കാനിട്ടിട്ടുണ്ട്. ഇനിയിപ്പം അടുത്തതും ഇതേപോലെ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. സ്ക്യൂവറിൻ്റെ ചുറ്റിലും നമ്മൾ ചിക്കൻ്റെ ആ മിക്സ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് മാഗിയിൽ കോട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഉള്ളിലൊക്കെ ചിക്കൻ വേവാനുള്ളതുകൊണ്ട് കുറച്ച് സമയം വെച്ചിട്ട് പൊരിച്ചെടുക്കണേ. അതുകൊണ്ട് ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ തിരിച്ചു മറിച്ചു വിട്ട് കൊടുക്കുക. ഫ്ലെയിം നമ്മൾ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറം ഭാഗം നല്ലോണം കളർ മാറിയിട്ടുണ്ടാവും, ഒരു ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ടാവും. പക്ഷെ ഉൾഭാഗം കുക്കായിട്ടുണ്ടാവില്ല. അപ്പം ചിക്കനല്ലേ, അതുകൊണ്ട് റിസ്ക് എടുക്കണ്ട. നല്ലോണം ഫ്ലെയിം കുറച്ചിട്ട് നല്ലോണം കുക്കാവണവരെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഒരു 6-7 മിനിറ്റ് ഒക്കെ വെച്ചിട്ട് ചെയ്യട്ടോ. ഇതിപ്പോൾ ഞാൻ നമ്മളെ കട്ട്ലേറ്റ് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. മൈദ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ബ്രെഡ് ക്രംസ് ഓൾറെഡി പൊടിച്ച് വെച്ചതുണ്ടേനു. അപ്പോൾ അത് ഞാനൊരു പ്ലേറ്റൊക്കെ ഇട്ട് കൊടുത്തേന്. നമ്മൾ ആക്കി വെച്ചിട്ടുള്ള കട്ട്ലേറ്റ് ഓരോന്നോരോന്നായിട്ട് ആദ്യം മൈദ പേസ്റ്റിൽ മുക്കുക. എന്നിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. രണ്ടിനും 2 കൈ യൂസ് ചെയ്യട്ടോ. അതായത് മൈദ പേസ്റ്റിൽ മുക്കിയിട്ടുള്ള ആ കൈ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ആക്കരുത്. അപ്പം നമ്മൾ ബ്രെഡ് ക്രംസ് ഈ മൈദ പേസ്റ്റ് അതിൽ ആയി കഴിയുമ്പം പെട്ടെന്ന് തന്നെ ബ്രെഡ് ക്രംസ് ഇങ്ങനെ കട്ട കെട്ടിയിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ സൈഡൊക്കെ ബ്രെഡ് ക്രംസിലാക്കുന്ന സമയത്താണ് കേട്ടോ ഞാൻ നല്ലോണം ഷേപ്പാക്കി കൊടുക്കൽ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ സ്നാക്കിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ കട്ട്ലേറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ സ്നാക്ക് നല്ലോണം ആയി കഴിഞ്ഞപ്പം ഞാനത് ഓയിലിൽ നിന്ന് കോരി മാറ്റാണ് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള സ്പേസിൽക്കും കൂടെ കട്ട്ലേറ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ മൈദ പേസ്റ്റിന് പകരമായിട്ട് നമുക്ക് മുട്ടൻ്റെ വെള്ള ബീറ്റ് ചെയ്തതോ അല്ലെങ്കിൽ ഒരു ഫുൾ മുട്ട ബീറ്റ് ചെയ്തതോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ മൈദ പേസ്റ്റാണ് സ്ഥിരം യൂസ് ആക്കലുള്ളത്. ഇനിയിപ്പോൾ ഡ്രിങ്ക് റെഡിയാക്കി എടുക്കുകയാണ്. ഇത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള സാബൂനരി ഉണ്ടല്ലോ, ആ സ്ട്രോബെറിൻ്റെ എസെൻസ് മിക്സ് ആക്കിയിട്ടില്ലേ, അത് ഈ ഒരു ജഗ്ഗിലേക്ക് ഇട്ട് കൊടുത്തേന്. എന്നിട്ട് അതിൽ തന്നെ നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള പാലും കൂടെ ഒഴിച്ച് കൊടുത്തേന്. ഇപ്പോൾ പാലിലും ചെറുതായിട്ടൊരു പിങ്ക് കളർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഡ്രിങ്ക്. ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് കസ്കസോ നട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സോ ഒക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. ഞാനൊരു സിമ്പിളായിട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ഇതാ കട്ട്ലേറ്റിൻ്റെ ഒരു സൈഡായി കഴിഞ്ഞപ്പം ഞാനതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ബാങ്ക് കൊടുക്കാൻ ഇനി ഒരു 10-15 മിനിറ്റൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആയതായത് ടേബിളിലേക്ക് കൊണ്ടുവെക്കുന്നുണ്ട്. ഫ്രൂട്ട്സൊക്കെ ഉമ്മ കട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ടേബിളിലേക്ക് എടുത്ത് വെക്കുകയാണ്. പിന്നെ നമ്മൾ സ്നാക്കും ഡ്രിങ്കും ഒക്കെ കൊണ്ടുവച്ചാണ് കേട്ടോ. നമ്മൾ സാധാരണ കട്ട്ലേറ്റും സമൂസയൊക്കെ ഉണ്ടാക്കുമ്പം ഒരു ചട്നി ഉണ്ടാക്കലുണ്ട്. അത് ഈ നോമ്പിന് ഉണ്ടാക്കിയിട്ടേ ഇല്ലേനു. ഇപ്പം അതാണ് ചെയ്യണത്. വെളുത്തുള്ളി, തക്കാളി, പിന്നെ പച്ചമുളക്, മല്ലിയില ഇത്രയും മതി. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കുക. നമ്മൾ വീട്ടിൽ എന്ത് സ്നാക്ക് ഉണ്ടാക്കി കഴിഞ്ഞാലും കൂടെ സൈഡായിട്ട് ഈ ഒരു ചട്നി ഉണ്ടാവലുണ്ട് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം അത് തീരെയും മറന്നു പോയിട്ടുണ്ടേനു. അങ്ങനെ ഈ നോമ്പിന് ആദ്യമായിട്ടാണ് ചട്നി ഉണ്ടാക്കണത്. അപ്പോൾ ഇതാ നമ്മളെ ടേബിളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഫ്രൂട്ട്സും പിന്നെ കട്ട്ലറ്റും അതുപോലെ ആ സ്നാക്കും ചട്നിയും ഒക്കെ റെഡിയാക്കി വെച്ചാണ്. പിന്നെ ഇപ്പം തന്നെ ജ്യൂസൊക്കെ ഒഴിച്ച് വെക്കുകയാണ്. അപ്പോൾ ജ്യൂസിൽ ആ സാബൂനരി കുറച്ചൊരു ഡാർക്ക് കളറായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇനിയിപ്പോൾ നമ്മൾ ആപ്പിളും പിന്നെ കസ്കസും ഒക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയാവും. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ലേനു. അപ്പം ബാങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മളെല്ലാവരും നോമ്പ് തുറക്കുകയാണ്. ആദ്യം കാരക്കും പിന്നെ വെള്ളം കുടിച്ചിട്ട് നോമ്പ് തുറന്ന് പിന്നെ ഈ ഡ്രിങ്ക് ട്രൈ ചെയ്ത് നോക്കി. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു സിമ്പിളായിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതപ്പം ഫ്രൂട്ട്സൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്നാക്കിൻ്റെ ടേസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും എനിക്ക് കഴിച്ചപ്പോൾ തോന്നിയത് നഗറ്റ്സിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ നഗറ്റ്സിൻ്റെ അതേ ഒരു ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ബർഗർ പാറ്റീസിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ വന്നിട്ടുണ്ടേനു. നല്ല രസമുണ്ടേനു കഴിക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ സ്ക്യൂവറിലൊക്കെ കുത്തിയിട്ട് കൊടുക്കുമ്പം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇതിപ്പോൾ ഇങ്ങനെ സ്ക്യൂവറിലല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ടൂത്ത് പിക്കിലും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. പിന്നെ കട്ട്ലേറ്റ് അടിപൊളിയേനു. ആ ചട്നിയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളിങ്ങനെ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു ചട്നി ഉണ്ടാക്കി നോക്കണേ, സൂപ്പറാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ്റെ സ്നാക്കും പിന്നെ കട്ട്ലറ്റും ചട്നിയും അതുപോലെ ആ ഡ്രിങ്കും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നലത്തെ ഇഫ്താറിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്